കാലം മാറി, കഥ മാറി. കട്ട ലുക്കിൽ, കട്ട കലിപ്പിൽ കുരുന്നുകൾ. അല്ല, കില്ലാടികൾ കളർ ഹൈസ്കൂളുകളിലേക്ക്. എന്താണ് റോബോട്ട്? കുഞ്ഞപ്പനാണോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണോ? അങ്ങനെയൊന്നുമില്ല, ബിക്സ്ബി എന്നാ പേരിട്ടിട്ടാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ ഈ റോബോട്ട് എന്തെങ്കിലും കൊടുക്കുമോ? സമ്മാനം? അതെ. എന്താ കൊടുക്കുക? ഡിസ്പെൻസർ, മിഠായി കൊടുക്കുമല്ലോ. മിഠായി കൊടുക്കും. കുട്ടികൾ ഇതാ ഇങ്ങനെ കൈ വെക്കുമ്പോൾ മിഠായി തീർന്നോടാ മോനെ. 2 കിട്ടി. 2 മിഠായികൾ. ആരവത്തിനും ആഘോഷത്തിനുമിടയിൽ ചാറ്റൽ മഴ പോലെ ചിണുങ്ങി ചിലർ ആ പഴയ കാലം ഓർമ്മിപ്പിച്ചു. എന്തിനാ കരയുന്നേ? സന്തോഷം ചിരിച്ചിരിക്കും. എന്ത് പറ്റി? അയ്യോ, കരയണ്ട. അയ്യോ. ഇനി ഇവിടെ മാജിക് ഷോ ഉണ്ട്, നിങ്ങൾക്ക് കിരീടം കിട്ടും. വിഷമം നടക്കാനാവുന്നില്ല പുള്ളിക്കാരിക്ക്, കരയാ. എടാ മോനെ കേറി വാ എന്ന് പറഞ്ഞപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് 2,44,646 പേർ. എളമക്കര ഗവൺമെന്റ് HSSൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത കാർക്കശ്യക്കാരനായ മുഖ്യമന്ത്രി അപ്പൂപ്പനിലും ചിരി പടർത്തി കുഞ്ഞുങ്ങൾ. ശുദ്ധ മനസ്സോടെ അവര് കിട്ടിയതിങ്ങ് പോരട്ടെ എന്നല്ല, ഉള്ള കാര്യം പറയുകയാണ്. നേരത്തെ തന്നെ ഞങ്ങൾക്ക് ബാഗ് ഉണ്ട്, പിന്നെ എന്തിനാണ് ബാഗ് എന്നാണ് ആ ചോദിച്ചതിൻ്റെ പൊരുള്. പൊതുവിദ്യാഭ്യാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണമെന്ന് മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനായിടയാക്കി. തെല്ല് സങ്കോചമില്ലാതെ ആകാശം മുട്ടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അറിവിന്റെ ആദ്യ പാഠം നുകരാൻ അവർ. അപ്പോ ആരംഭിക്കലാമാ? വിവിധ ബ്യൂറോകൾക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.